ഒരു ഐറണി എന്ന് പറയുന്നത് വന്ദേമാതരത്തിനെതിരെ രാഷ്ട്രീയ നിലപാട് കടുപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ AICC ആസ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായിട്ടും ആലപിച്ചിരിക്കുന്നത്. ഇടയ്ക്ക് സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും കൈ ഉയർത്തുന്നതും സ്റ്റോപ്പ് എന്ന് പറയുന്നതുമൊക്കെ കാണാം. പക്ഷേ അപ്പോഴും അത് പൂർണ്ണമായിട്ടും ആലപിക്കുന്നൊരു സാഹചര്യമുണ്ടായി അല്ലേ? തീർച്ചയായും വലിയ നാണക്കേട് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ നിലപാടിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അരുൺ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാർലമെന്റിൽ വളരെ ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർത്തിയ പാർട്ടിയാണ് കോൺഗ്രസ്. സോണിയാഗാന്ധി ആയാലും രാഹുൽ ഗാന്ധി ആയാലും ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് രേഖപ്പെടുത്തിയിരുന്നു. എന്തുകൊണ്ടാണ് വന്ദേ മാതരത്തിലെ 4 സ്റ്റാൻസുകൾ ഒഴിവാക്കിയത്? ആദ്യത്തെ 2 സ്റ്റാൻസ് മാത്രം മതിയെന്ന് തീരുമാനിച്ചത് അത് ഇന്ത്യയുടെ മതേതര സങ്കല്പം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയായിരുന്നു. അത് കോൺഗ്രസ് നേരത്തെ ജവഹർലാൽ നെഹ്റുവിന്റെ എടുത്തിട്ടുള്ള വലിയ തീരുമാനമായിരുന്നു. പിന്നീട് ഇങ്ങോട്ടുള്ള ഈ കാലങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് ആയാലും രാജ്യത്തിൻ്റെ ഔദ്യോഗിക പരിപാടികളിലായാലും വന്ദേ മാതരം പാടിയിരുന്നത് 2 സ്റ്റാൻസ് മാത്രമാണ്. അപ്പോൾ അത് മാറ്റിക്കൊണ്ട് കേന്ദ്ര സർക്കാർ പുതിയ നിയമ ഭേദഗതി കൊണ്ടുവരുന്നു. മാത്രമല്ല വന്ദേ മാതരത്തിന് ദേശീയ ഗാനത്തിൻ്റെ അതേ സ്റ്റാറ്റസ് നൽകുന്നു. വന്ദേ മാതരം പാടുന്നത് മുടക്കിയാൽ അതൊക്കെ തന്നെ നിയമവിരുദ്ധമായ നടപടിയായി പുതിയ നിയമത്തിലൂടെ വിഭാവനം ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം നടക്കുന്ന ആദ്യത്തെ സ്വാതന്ത്ര്യദിന ആഘോഷമാണ്. രാവിലെ ചെങ്കോട്ടയിൽ വന്ദേ മാതരം മുഴുവനായി പാടിക്കൊണ്ടാണ് അവിടെ സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയത്. അതിനുശേഷം ഇപ്പോൾ കോൺഗ്രസ് ആസ്ഥാനത്ത് ഈ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ നടക്കുമ്പോഴാണ് ഇപ്പോൾ കോൺഗ്രസ് ആസ്ഥാനത്ത് കൂടി വന്ദേ മാതരം മുഴുവനായി ചൊല്ലിയ സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അത് ബോധപൂർവമല്ല എന്നത് നമുക്കിപ്പോൾ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഈ ദൃശ്യങ്ങളിലെ പ്രതികരണം കാണുമ്പോൾ മനസ്സിലാകും. ആദ്യത്തെ 2 സ്റ്റാൻസ് പാടിയതിനു ശേഷം ഇരു നേതാക്കളും അസ്വസ്ഥരാകുന്നത് നമുക്ക് കാണാം. സോണിയാഗാന്ധി സ്റ്റോപ്പ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് കേൾക്കാം. രാഹുൽ ഗാന്ധിയും അസ്വസ്ഥനായി തിരിഞ്ഞു നോക്കുന്നത് കാണാം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും ഇക്കാര്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസം അതിൻ്റെ ചുമതലയുള്ള പാർട്ടി നേതാക്കളോട് പറയുന്നത് നമുക്ക് കാണാം. അപ്പോൾ നിർത്താനൊക്കെ സോണിയാഗാന്ധി കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ ഇത് കോൺഗ്രസ് ഔദ്യോഗികമായി തീരുമാനിച്ചത് പ്രകാരമല്ല ഇങ്ങനെ മുഴുവനായി വന്ദേ മാതരം അവിടെ ആലപിച്ചിരിക്കുന്നത്. അതൊരു സാങ്കേതിക കുഴപ്പമാണ്. പക്ഷേ സാങ്കേതിക കുഴപ്പമാണെങ്കിൽ പോലും അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ നാണക്കേട് തന്നെയാണ്. സാങ്കേതികമായ ഒരു കുഴപ്പം വരുമ്പോൾ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ആ സമയത്ത് പോയി ചെന്ന് ഇത് സ്റ്റോപ്പ് ചെയ്യാനോ തടസ്സപ്പെടുത്താനോ കഴിയില്ല. കാര്യം നിയമമായി കഴിഞ്ഞിരിക്കുന്നു. ഏതെങ്കിലും വിധത്തിൽ ഗാനാലാപനത്തെ തടസ്സപ്പെടുത്തുന്നത് ഒരു കുറ്റകൃത്യമായി നിയമം വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതും ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഇത് സ്റ്റോപ്പ് ചെയ്യാനും കഴിയില്ലാത്ത ഒരു അവസ്ഥയിലായി മാറി എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി നമുക്ക് കാണാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കരുത് എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ ആസ്ഥാന മന്ദിരത്തിൽ, കോൺഗ്രസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നെ ഈ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കുന്ന ഒരു നാടകീയ സംഭവം ഉണ്ടായിരിക്കുന്നു. അതിനിടയിൽ റെക്കോർഡഡ് പ്ലേ ആയതുകൊണ്ട് സാങ്കേതികമായി പറ്റിയൊരു അബദ്ധമാണെങ്കിൽ പോലും ആ അബദ്ധത്തിനിടയിൽ അത് ഇടപെട്ട് നിർത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഒക്കെ ആ അതൃപ്തി പ്രകടിപ്പിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഒരിക്കൽ കൂടി കാണാം. ദേശീയ ഗീതമായ വന്ദേ മാതരം പൂർണ്ണമായി പാടരുത് എന്ന് രാഷ്ട്രീയ നിലപാടെടുത്ത കോൺഗ്രസ് അവരുടെ ഹെഡ്ക്വാർട്ടറിൽ നടന്ന പരിപാടിയിൽ, AICC ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കുന്നതും ആ സമയത്ത് ആലപിക്കുന്നതിന് മുന്നിൽ നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി. ഒരിക്കൽ കൂടി കാണാം എന്താണ് AICC ആസ്ഥാനത്ത് സംഭവിച്ചതെന്ന്. ശ്രദ്ധിക്കൂ. बहुते तुम्ही मा शक्ती
रिपुदलवारिणीं मातरं वन्दे मातरम् तुमि विद्या तुमि धर्मा तुमि हृदि तुमि मर्मा त्वं हि प्राणा शरीरे बहुते तुमि मा शक्ति हृदये तुमि मा भक्ति तुम्हारी प्रतिमा गढ़ी मंदिरे मंदिरे वंदे मातरम त्वं हि दुर्गा പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരർത്ഥത്തിൽ വളരെ കോമഡിയാണ് അവിടെ നടന്നത്. ഇത് റെക്കോർഡഡ് പ്ലേ ആണെന്നാണ് നമ്മൾ മനസ്സിലാവുന്നത്. കാരണം മറുഭാഗം നമുക്ക് കാണാൻ വയ്യ. റെക്കോർഡഡ് പ്ലേ ആയതുകൊണ്ടാണ് ഇതിൽ ഏത് സ്വിച്ച് പിടിച്ച് ഞെക്കിയാൽ നിൽക്കും എന്നത് പോലും അറിയാതെ പരസ്പരം പരിഭ്രാന്തരായിട്ട് നിൽക്കുകയാണ്. പൂർണ്ണമായി അത് ആലപിച്ച് തുടങ്ങി. അതായത് 2 സ്റ്റാൻസുകളാണ് ഇന്റർനാഷണൽ കോൺഗ്രസ് 1937 മുതൽ പാടിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷമുള്ള സ്റ്റാൻസ് വന്നപ്പോൾ അത് രാഹുൽ ഗാന്ധിക്ക് കത്തി. രാഹുൽ ഗാന്ധി ഒരു സംശയം പ്രകടിപ്പിച്ച് തലചിരിച്ച് ഒന്ന് മല്ലികാർജ്ജുൻ ഖർഗെയെ നോക്കി. മല്ലികാർജ്ജുൻ ഖർഗെക്ക് നോക്കിയപ്പോൾ അത് സോണിയാഗാന്ധിക്ക് മനസ്സിലായി. സോണിയാഗാന്ധി സ്റ്റോപ്പ് എന്ന് പറയുന്നു. പക്ഷേ ഈ മെഷീൻ പ്രവർത്തിപ്പിക്കുന്നത് അവസാനിപ്പിക്കാൻ അറിയാത്തത് കൊണ്ട് ആർക്കും അത് പോയി ഞെക്കാനും പറ്റുന്നില്ല, സ്റ്റോപ്പ് അടിക്കാനും പറ്റുന്നില്ല. ഇതെന്താണ് സംഭവിക്കുന്നത് കൂടെ നിൽക്കുന്നവർക്ക് മനസ്സിലാവുന്നുമില്ല.